വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട 17-കാരൻ ഗോകുലിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വയനാട് ജില്ലാ പോലീസ് മേധാവി പറയുന്നു. ഉത്തരമേഖല ഡിഐജിക്ക് കൈമാറിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്കെതിരെ നടപടിക്കും സാധ്യതയുണ്ട്. ഗോകുലിന്റെ മരണം ക്രൈംബ്രാഞ്ച് വിശദമായി അന്വേഷിക്കും. കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയിൽ 17-കാരനായ ഗോകുലിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാവിലെ. ഏതു സാഹചര്യത്തിലാണ് ഗോകുൽ ആത്മഹത്യ ചെയ്തതെന്നാണ് ഉയരുന്ന ചോദ്യം. ഗോകുലിന്റെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന ക്രൈംബ്രാഞ്ച് രൂപം നൽകും. പുതിയ കേസ് രജിസ്റ്റർ ചെയ്താകും അന്വേഷണം. കൽപ്പറ്റ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ജാഗ്രത കുറവാണ് ഗോകുലിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് വ്യക്തമാക്കുന്നതാണ് SP DIGക്ക് നൽകിയ റിപ്പോർട്ട്. ശുചിമുറിയിലേക്ക് പോയി തിരിച്ചുവരുന്നത് വൈകിയപ്പോൾ ജാഗ്രത പുലർത്തിയില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കാണ് സാധ്യത. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ കേസിൽ ഗോകുലിനെ കുറിച്ച് അന്വേഷിക്കാനെത്തിയ പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും പരാതി. ഗോകുലിനെ പുറം ലോകം കാണിക്കില്ലെന്ന് പോലീസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആരോപണം. രണ്ടാമത് വന്ന SI ആണോ ആരാന്ന് എനിക്കറിയില്ല. ആ പോലീസുകാരനാണ് പറഞ്ഞത് ഈ ചെക്കനെ കയ്യിൽ കിട്ടിയാ വെറുതെ വിടൂലെന്ന്. അങ്ങനെ പറഞ്ഞിട്ടാ പോയത്. എല്ലാരും മുന്നിലും പുറം ലോകം കാണിക്കില്ല എന്ന് പറഞ്ഞു. ഈ ചെക്കൻ എന്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ പുറം ലോകം കാണില്ല എന്ന് പറഞ്ഞു. മരണത്തിൽ സംശയമുണ്ടെന്ന് പ്രദേശത്തെ ജനപ്രതിനിധികളും വ്യക്തമാക്കുന്നു. സ്വാഭാവികമായിട്ട് ഒരാൾ മരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു അടയാള കാര്യങ്ങൾ അവിടെ കാണണ്ടേ. അങ്ങനെ ഒരു സംഭവം ഞാൻ അവിടെ കണ്ട് തോന്നിയില്ല. ഒരു ചെറിയൊരു കമ്പി വളഞ്ഞു കാണുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ഒന്നും അവിടെ അതിന്റെ മുകളിൽ കയറണമെങ്കിലോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെങ്കിലോ അത്രയുള്ളൊരാവത് അവനുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗോകുലിന്റെ മൃതദേഹം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചു. വീട്ടുവളപ്പിൽ തന്നെയായിരുന്നു സംസ്കാരം. മാസങ്ങൾക്ക് മുമ്പാണ് വയനാട് അഞ്ചുകുന്നിൽ രതിൻ എന്ന ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്തത്. ഇതിലും പോലീസ് ഭീഷണിയായിരുന്നു കാരണമെന്നായിരുന്നു ആരോപണം. കാര്യമായ അന്വേഷണം ഉണ്ടായില്ല, നടപടികളും. ഗോകുലിന്റെ സംഭവത്തിൽ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് എന്നാണ് ജനപ്രതിനിധികളടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. എന്തായാലും 17 വയസ്സുള്ള ഒരു കുട്ടിയാണ് ഇതിൽ പോലീസ് സ്റ്റേഷൻ ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ അത് ആ രീതിയിലുള്ള ഗൗരവ സ്വഭാവത്തോടു കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഗോകുലിന്റെ മരണത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി ബന്ധുക്കൾ രംഗത്തെത്തിയിട്ടുണ്ട്. മരണവിവരം അറിയിച്ചില്ല എന്നും മൃതദേഹം കാണിച്ചില്ല എന്നുമൊക്കെ ബന്ധുക്കൾ പറയുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ബോഡി ഞങ്ങളെ കാണിക്കുന്നില്ല, ഇപ്പൊ കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറഞ്ഞു ആരൊക്കെ ജഡ്ജി അവരൊക്കെ വരണം, വന്നാലേ പറ്റുള്ളൂ, ഇപ്പം കാണിക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ സമയം എന്തൊക്കെയോ ചോദിക്കാൻ പറയുക വെച്ച് നമ്മളെ കാണിച്ചു തന്നില്ല. അതുപോലെ തന്നെ ഞങ്ങൾ അപ്പോൾ എൻ്റെ അമ്മയും പെങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരെ സ്റ്റേഷനിൽ ഇരുത്തിയേക്കായിരുന്നു. അവരെന്തെന്ന് ചോദിച്ചപ്പോൾ അവർ സ്റ്റേഷനിലുണ്ട്. അവരെന്തുകൊണ്ട് ബോഡി കാണിക്കുന്നില്ല ചോദിച്ചപ്പോൾ അവരെ കാണിക്കാം എന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞുമില്ല, ഇങ്ങനെ മരിച്ചു വരെ അന്നേരം പറഞ്ഞുമില്ല. ലാസ്റ്റ് ഞങ്ങളെ കൊണ്ടുപോയി കാണിച്ചപ്പം ഷർട്ടിന്റെ കയ്യിൽ ഇങ്ങനെ കെട്ടി ഷർട്ട് തൂങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പൊ അതിൽ എനിക്ക് സംശയമാണ്. കാരണം ആ ഷർട്ടിൽ എങ്ങനെ ഇവൻ തൂങ്ങി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ചെക്കനെയും പെണ്ണിനെയും കയ്യിൽ കിട്ടിയ കാര്യം ഈ പോലീസുകാർക്ക് ഞങ്ങളൊന്ന് വിളിച്ചറിയിക്കാം. ഇവരാദ്യം വിളിച്ചറിയിച്ചത് പെണ്ണിന്റെ ആൾക്കാരാണ്, ചെക്കന്റെ ആൾക്കാരെ വിളിച്ചറിയിച്ചിട്ടില്ല. അപ്പൊ പെണ്ണിനെ രാത്രി 11 മണിക്ക് പെണ്ണിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് പെണ്ണിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു. 11 മണിക്ക് തന്നെ ചെക്കനെ ഞങ്ങൾ സ്റ്റേഷനിൽ കിട്ടിയിട്ടുണ്ടെന്ന് അവര് ഞങ്ങൾ അറിയിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് അറിയിക്കാത്ത? സ്റ്റേറ്റിന്റെ വീഴ്ച കൊണ്ടുണ്ടായിട്ടുള്ളൊരു മരണത്തെ ഈ സ്റ്റേറ്റ് തന്നെ അന്വേഷിച്ചാൽ എങ്ങനെ ആകും എന്നുള്ളൊരു ആശങ്കയുണ്ട്. എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ചെറിയച്ഛനാണ് ആദ്യം വിളിച്ചത്. ചെറിയച്ഛനെ വിളിച്ചിട്ട് ഇവര് അവിടുത്തെ സാറ് പറഞ്ഞ്, കൽപ്പറ്റ സാറ് പറഞ്ഞ് ചെക്കൻ്റെ ഫോൺ നമ്പറും അല്ലെങ്കിൽ ആധാർ കാർഡോ റേഷൻ കാർഡ് കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയിക്കോളെന്ന്. പെണ്ണിനെ നേരത്തെ തന്നെ വിട്ടയച്ചിട്ടുണ്ട്. 11 മണിക്ക് തന്നെ വിട്ടയച്ചു. അതാണ് സംശയം.